ഫോമ ഇൻ്റർനാഷണൽ കൺവെൻഷൻ്റെ തിരശ്ശീല സാറ്റർഡേ ഇന്ന് പൂർണ്ണമാകുകയാണ്. അതിൽ കഴിഞ്ഞ 2 ദിവസവും വളരെ ഗംഭീരമായിട്ട് ഹൂസ്റ്റണിൽ കഴിഞ്ഞു. കാരണം കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഓഫ്ലാൻഡിലായിരുന്നു നമ്മുടെ കൺവെൻഷൻ. അത് ഇവിടെ ലാൻഡിൽ കൊണ്ടുവന്ന് എല്ലാവർക്കും വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫുഡും വന്ന എല്ലാ അതിഥികളും എല്ലാ അറേഞ്ച്മെൻറ്റും വളരെ ഗംഭീരമായിരുന്നു. ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ഹ്യൂസ്റ്റൺ മീഡിയ ചെയർ സൈമൺ വാളച്ചേരി. സൈമണിൻ്റെ നാട് എവിടെയാണ്? കുമരം. എത്ര നാളായി അമേരിക്കയിലൊക്കെ വന്നിട്ട്? അമേരിക്ക വന്നിട്ട് 24 വർഷമായി. ഫോമയിൽ എത്ര നാളായിട്ട്? ഫോമ തുടക്കം മുതലേ ഉള്ള ഒരു ഫൗണ്ടിങ് മെമ്പറാണ്. ഏതാണ് ലൈൻ ഓഫ് ജോബൊക്കെ പറഞ്ഞാൽ? ഞാൻ ബൈ പ്രൊഫഷൻ എയറോസ്പേസ് എഞ്ചിനീയറാണ്. ഞാൻ ചിക്കാഗോയിൽ 10 വർഷം ബോയിങ്ങിൻ്റെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ കർട്ടീസ് റൈറ്റ് എന്ന് പറയുന്ന കോർപ്പറേഷനിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഹൺസ്വിൽ അലബാമയിൽ എയറോസ്പേസിലായിരുന്നു. ഇവിടെ എമേഴ്സൺ എന്ന് പറയുന്ന ന്യൂക്ലിയറിൻ്റെ എയറോസ്പേസ് എഞ്ചിനീയറിങ് കഴിഞ്ഞു. അതിനോടൊപ്പം 10 വർഷമായിട്ട് നമ്മുടെ ഒരു നേർക്കാഴ്ച എന്നൊരു പത്രമുണ്ട്. അതും പാരലായിട്ട് കൊണ്ടു നടക്കുന്നു. എല്ലാം ദൈവകൃപയാൽ ഹൂസ്റ്റണിൽ എല്ലാവർക്കും, അമേരിക്കയിലുള്ള എല്ലാവർക്കും സ്വാഗതം. ഞാൻ ചിക്കാഗോയിലായിരുന്നു. ഹൂസ്റ്റണിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള ബ്യൂട്ടിയും നമ്മുടെ തനിമയും എല്ലാം അറിയുന്നത്. അതുകൊണ്ട് ഹൂസ്റ്റണിലെ എല്ലാ മലയാളികൾക്കും സ്വാഗതം ചെയ്യുന്നു. ഫോമയ്ക്ക് വന്ന എല്ലാ മലയാളികൾക്കും മീഡിയയുടെ പേരിലും ഫോമയുടെ പേരിലും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ഇത്തവണത്തെ ഫോമയുടെ ഒരു സംഘാടനത്തിൽ എന്താണ് ഏറ്റവും പ്രയാസപ്പെട്ട കാര്യം, അതുപോലെ നല്ലതായിട്ട് വന്നത്? പ്രയാസപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ 2 വർഷം ഓഫ്ലൈനിലായിരുന്നു. അപ്പം ഇവിടെ വരുന്ന ആളുകളെ അവരുടെ ഫുഡ്, അതുപോലെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യുക, ഇതൊക്കെ ഒരു ചെറിയ ചലഞ്ചിങ് ആയിരുന്നു. പക്ഷേ നമ്മുടെ സബ് കമ്മിറ്റി വളരെ സജീവമായി പ്രവർത്തിച്ച കാരണം ഒരു കുറവും വന്നിട്ടില്ല. എല്ലാവരും വളരെ ഹാപ്പിയാണ്. വളരെ നാളെ ഒരു പനന്നോടുകൂടി ചിരിച്ച മുഖമായിട്ട് എല്ലാവരും ഇവിടുന്ന് പോകുന്നതാണ്. ദൈവകൃപയാൽ എല്ലാം നന്നായിട്ട് നടന്നതിൽ ഞാൻ എല്ലാവരും സന്തോഷിക്കുന്നു. താങ്ക് യു. ഇതുപോലുള്ള ഈ ബിഗ് ഫംഗ്ഷന് ആവറേജ് കോസ്റ്റ് എത്രയാവും നമ്മുടെ അക്കോമഡേഷൻ എല്ലാം കൂടെ? ആവറേജ് കോസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഏത് ഫംഗ്ഷനിൽ പോകുകയാണെങ്കിലും നമ്മളിപ്പോൾ 3-4 ദിവസം ഫുഡുണ്ട്, ഫ്രീ ആയിട്ട് അക്കോമഡേഷൻ, റൂമുണ്ട്, ഫ്രീ എയർപോർട്ട് പിക്കപ്പ്, പിന്നെ ഇവിടുന്ന് നമുക്ക് സൈറ്റ് ടൂർ ഉണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നതിന് ഒരു ഫാമിലി രജിസ്ട്രേഷന് ഹോൾ ഫംഗ്ഷൻ ഒരു 1000-1200 വരെ ആകുന്നുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് 2 വർഷം കൂടി വരുന്ന കൺവെൻഷനല്ലേ, നമ്മുടെ ഈ ഫോമ എന്ന് പറയുന്നത് 100-ൽ പരം അസോസിയേഷൻ്റെ ഒരു അംബ്രല്ല ഓർഗനൈസേഷൻ. അപ്പം ആ 100-ൽ പരം ഓർഗനൈസേഷൻ സിറ്റിയിലുള്ള ആളുകളെ വന്നു കഴിയുമ്പം ഇവിടെ ഒരു മതത്തിൻ്റെ ഒരു കൺവെൻഷനല്ല, ഇതെന്ന് പറയുന്ന ഒരു മലയാളിയുടെ സംഗമമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഓരോ കൺവെൻഷൻ പോയി കാണുന്ന ആളുകളും കണ്ടു കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ്, ഒരു സന്തോഷമാണ്. ഏവർക്കും ഫൊക്കാന കൺവെൻഷനിലേക്ക് സ്വാഗതം. ഫാമിലിയൊക്കെ, കുടുംബമൊക്കെ? ഫാമിലി ഉണ്ട്. ഫാമിലി ഇവിടെ അടുത്ത് നേഴ്സാണ്, പുള്ളിക്കാരത്തി വർക്ക് ചെയ്യുന്ന വെറ്ററൻ ഹോസ്പിറ്റലിൽ. പിന്നെ ഞങ്ങൾ മിസോർ സിറ്റി മലയാളികളുടെ കേന്ദ്രം അവിടെ താമസിക്കുന്നു. ഞങ്ങളുടെ ഫാമിലിയും കുടുംബവും എല്ലാം അടുത്തടുത്തുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് വളാഞ്ചേരി സാർ. താങ്ക് യു.